ഹായ് ഹ്യൂമൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ്റെ വീഡിയോ, ഒരു വെഡ്ഡിങ് ആണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോയി വരുന്നൊരു വീഡിയോ ആണ്. ഇതെൻ്റെ ഔട്ട്ഫിറ്റ്. രാവിലെ 4 മണിക്ക് എണീറ്റ് റെഡിയായി ഉള്ളൊരു സെറ്റപ്പാണ്. മടിവാളയിൽ നിന്നാണ് പോകുന്നത്. മടിവാള എത്തി അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. ദെൻ അവിടെ ഇറങ്ങി. ഭയങ്കര സൗണ്ടൊക്കെയാണ് അവിടെ, എപ്പോഴും ലൈവാണ്, എപ്പോഴും ആൾക്കാരുണ്ടാവും. പിന്നെ സ്ലീപ്പറിലാണ് പോകുന്നത്, ബസ്സിൽ കയറി. അപ്പം ഞാൻ ആദ്യമായിട്ട്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ബസ്സിൽ ഇത്ര ദൂരം ട്രാവൽ ചെയ്യുന്നത്. അത് സ്ലീപ്പറിലൊന്നും ഞാൻ പോയിട്ടേ ഇല്ല, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇറ്റ് വാസ് പ്രെറ്റി ഗുഡ്. തിരിച്ചു വന്നതും അങ്ങനെ തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് പോയി വരുന്നൊരു പരിപാടിയാണ്. രാവിലെ പോകുന്നു, കല്യാണം കൂടുന്നു, രാത്രി തിരിച്ചു കയറുന്നു, പിന്നെയും അടുത്ത ദിവസം വെളുപ്പിന് വീട്ടിൽ ബാംഗ്ലൂർ എത്തുന്നു. ബസ് മൂവായി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനിങ്ങനെ ബർത്തിലൊന്നും കയറി കിടന്നു പോയിട്ടൊന്നുമില്ല. സോ ഞാൻ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ക്ലിപ്പാണിത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഉറങ്ങാനും കാര്യങ്ങളൊക്കെ, കാരണം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഉറങ്ങി. അതുകൊണ്ട് ഒത്തിരി ടയേർഡായി ഫീൽ ചെയ്തില്ല. രാവിലെ അവിടെ എത്തി. 7:30 ഒക്കെ ആയപ്പോഴേക്കും കുമളി എത്തി. പിന്നെ കട്ടപ്പന എത്തിയപ്പോൾ കുറച്ചുകൂടി ലേറ്റായി. ഇതായിരുന്നു ബസ്സിൽ നിന്നുള്ള വ്യൂ. നല്ല തണുപ്പായിരുന്നു രാവിലെ. ഇതാ. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുക്കാൻ പോയി. ഒരു വണ്ടി എടുത്തിട്ടാണ്, കല്യാണം കുമളിയിലാണ്, വീണ്ടും തിരിച്ച് കുമളിയിലേക്ക് പോയി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഫൈനൽ ഔട്ട്ഫിറ്റ് ഇതാണ്. സിമ്പിൾ സാരി, വള, വേറെ പ്രത്യേകിച്ച് സെറ്റപ്പായിട്ടൊന്നും ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ആവശ്യത്തിനുള്ള ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴി യാത്ര ചെയ്യാൻ. കാരണം എസ്റ്റേറ്റുകളാണ്, ഫാംസ് ആണ്, അങ്ങനത്തെ കുറേ അഗ്രികൾച്ചർ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഷോപ്പുകളുണ്ട്. 2 സൈഡിലും കണ്ടില്ലേ, കാഡമം എസ്റ്റേറ്റ് ആണ്. അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇതാണ് ഏരിയ, കല്യാണം നടക്കുന്ന സ്ഥലം. താഴെയാണ് ഓഡിറ്റോറിയം. ഇവരിവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. പിന്നെ പെണ്ണിൻ്റെ എൻട്രൻസ് ആണ് ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർ നല്ല ഭംഗിയായിട്ടാണ് ചെറുക്കൻ കോട്ടയത്ത് നിന്നാണ്, ഇടുക്കി കുമളിയിൽ നിന്നാണ്. ബട്ട് ഫൈനലി എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കര ഇമോഷണലായി. അതൊന്നും വീഡിയോയിൽ കാണാനില്ല, വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അവളെ കണ്ടു, സംസാരിച്ചു. അതൊന്നും ക്ലിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കുന്ന കുഞ്ഞൊരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നേരം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർ ഫുഡ് കഴിക്കുന്ന, പിന്നെ ഫുൾ തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം സമയം കിട്ടിയുള്ളൂ. എല്ലാവരെയും കാണണം, സംസാരിക്കണം, തിരിച്ചു പോകണം. എൻ്റെ വീട്ടിലൊന്നും എനിക്ക് പോകാനൊന്നും പറ്റിയില്ല. ഇതായിരുന്നു കംപ്ലീറ്റ് ഡെക്കറേഷൻ. പിന്നെയും എഗെയിൻ തിരിച്ചു പോവാണ് സെയിം സ്ഥലത്തൂടി. പക്ഷേ വേറൊരു സാധനം കാണിച്ചു തരാനുണ്ട്. ഇടുക്കിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹൗസ്, ഒരു കാഡമം ഒരു ഫാമിങ് ചെയ്യുന്നൊരു പുള്ളിയുടെയാണ്. ആ വീടാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ വീട് അതാണിത്. ഐ തിങ്ക് ഇത് യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ നൈറ്റ് വ്യൂവും ഞാൻ എടുത്തിട്ടുണ്ട്. തിരിച്ച് കട്ടപ്പന പോയിട്ടാണ് ഞങ്ങൾ ബസ് കയറുന്നത്. അവിടുന്ന് തിരിച്ച് വരുന്ന വ്യൂവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര വലിയ വീടാണ്, വലിയ സ്പേസ് ഉണ്ട്, ബാക്കിലോട്ടൊക്കെ ഒത്തിരി സ്പേസ് ഉണ്ട്. ഇത് തിരിച്ച് വന്നിട്ടുള്ള ഡ്രാമാസാണ്. പിന്നെ വൈകിട്ട് വിശന്നു, ചായ കുടിക്കാൻ പോകുന്നുണ്ട്. കട്ടപ്പന ടൗണിൽ തന്നെയാണ് ചായ കുടിക്കാൻ പോകുന്നത്. എൻ്റെ ഫേസൊക്കെ ഭയങ്കര ടയേർഡായി, ഡള്ളായി. ഇതാണ് കട്ടപ്പന. ഇടുക്കിയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്ന അവിടെ അടുത്തുള്ളൊരു തട്ടുകടയിലാണ്. കുറേ സ്നാക്സ് ഉണ്ട്, ചായ ഉണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്, വെജുണ്ട്, നോൺ വെജ് ഉണ്ട്, എല്ലാം കിട്ടും. ചെറുകടികൾ, ബ്രൂ കോഫി, മസാല എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലുക്കിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഫുൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ആർക്കും കണ്ടാൽ മനസ്സിലാവില്ലാത്ത രീതിയിലുള്ളൊരു കോലം. അങ്ങനെയാണ് തിരിച്ചു പോകുന്നത്. ഇനിയാണ് ആ വീടിൻ്റെ നൈറ്റ് വ്യൂ, ആ വലിയ വീടിൻ്റെ നൈറ്റ് വ്യൂ. ഇത്ര എടുക്കാൻ പറ്റുള്ളൂ, ബട്ട് ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ.
കയറി. പിന്നെ ഒരു സംഭവം ഉണ്ടായി, ബസ്സിൽ നിന്ന് ഞങ്ങൾക്ക് സ്നാക്സ് കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബേസിക് കുറച്ച് കുഞ്ഞു കടല ജ്യൂസ് അങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഒക്കെ കിട്ടി. ആ കവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കവർ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്നത് 2-3 ആഴ്ച കഴിഞ്ഞിട്ട്, അപ്ലോഡ് ചെയ്യുന്നത് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ. എല്ലാം കഴിഞ്ഞു, മടിവാള എത്തി. അതിനുശേഷം ഞാൻ ഭയങ്കര ടയേർഡായി. വെളുപ്പിന് 5:30 അങ്ങാണ്ടായപ്പോൾ അവിടെ എത്തി. ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത്രയും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.